ഓം നമോ ഭഗവതേ വാസുദേവായ. ദിവ്യമായ ഭാഗവത മഹാഗ്രന്ഥത്തിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിച്ച് കേൾക്കുമ്പോൾ ദേവന്മാർക്ക് പോലും അലഭ്യമായ ഭാഗവത ശാസ്ത്ര ശ്രവണം ഭൂമിയിലെ മനുഷ്യർക്കു ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹാത്മ്യം എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഭാഗവത മഹാഗ്രന്ഥം? പാലാടിയിലെ അമൃതത്തേക്കാൾ മഹത്വം ഭാഗവത മഹാഗ്രന്ഥത്തിന് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആ വർണ്ണനയാണ് അടുത്ത ശ്ലോകത്തിലൂടെ. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ ശ്രവണാൽ പഠനാൽ സദ്യോ വൈകുണ്ഠം ഫലദായകം. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ ശ്രവണാൽ പഠനാൽ സദ്യോ വൈകുണ്ഠഫലദായകം. ഇത് ഭഗവത് സ്വരൂപമാണ്. അതുപോലെ ഒരു ശാസ്ത്രഗ്രന്ഥമാണ് ഭാഗവതം. ആ ഭാഗവതത്തെ പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നവർക്ക് വളരെ വേഗം വൈകുണ്ഠ പദപ്രാപ്തി ലഭ്യമാകും എന്ന് ഭാഗവത മാഹാത്മ്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യക്ഷമായിട്ടുള്ള ഭഗവത് സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം എന്നാണ് പറയുക. അതിനെ വ്യക്തമാക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങളെയും ഭാഗവത മാഹാത്മ്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാ വർണ്ണിച്ചു തരിക? പാദോ പ്രഥമസ്കന്ധോ ദ്വിതീയോ ജാനുനി സ്മൃത തൃതീയ ശക്തിനി ജ്ഞേയ ചതുർത്ഥ കടിരുജ്യതേ നാഭിം തു പഞ്ചമം വിദ്യാത് ഹൃദയം ഷഷ്ടൈരിത സപ്തമസ്തൂര പ്രോക്തം അഷ്ടമ കണ്ഠ ഉജ്യതേ സ്കന്ധൗ തു നവമസ്കന്ധോ ദശമോ മുഖമീരിതം കർണാക്ഷിനാസികായുക്തം സർവാർത്ഥപരിപൂരിതം ഏകാദശം ദൂത്തമാംഗം ദ്വാദശം ബ്രഹ്മരന്ധ്രകം ഏവം ഭാഗവതം ശാസ്ത്രം വിഷ്ണുമൂർത്തിം പ്രകീർത്തിതം. ഇങ്ങനെ ദിവ്യമായിട്ടുള്ള ഭാഗവതത്തിൻ്റെ 12 സ്കന്ധങ്ങളെ ഭഗവത് സ്വരൂപമായി വർണ്ണിക്കുന്നു. ഒന്നാമത്തെ സ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങളാണ്. പാദൗതു പ്രഥമസ്കന്ധോ. ഒന്നാമത്തെ സ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങളാണ്. ദ്വിതീയോ ജാനുനി സ്മൃതാം. രണ്ടാമത്തെ സ്കന്ധം ഭഗവാന്റെ മുട്ടുകാലുകളാണ്. തൃതീയ ശക്തിനി ജ്ഞേയാം. മൂന്നാമത്തെ സ്കന്ധം ഭഗവാന്റെ തുടകളാണ്. ചതുർത്ഥ കടിരുജ്യതേ. നാലാമത്തെ സ്കന്ധം ഭഗവാന്റെ ഇടുപ്പാണ്. നാഭിം തു പഞ്ചമം വിദ്യാത്. അഞ്ചാമത്തെ സ്കന്ധം ഭഗവാന്റെ നാഭീപത്മമാണ്. ഹൃദയം ഷഷ്ടൈരിത. ആറാമത്തെ സ്കന്ധം ഹൃദയമാണ്. സപ്തമസ്തൂര പ്രോക്തം. ഏഴാമത്തെ സ്കന്ധം ആറിടമാണ്. അഷ്ടമകണ്ഠ ഉജ്യതേ. എട്ടാമത്തെ സ്കന്ധം ഭഗവാന്റെ കണ്ഠപ്രദേശമാണ്. സ്കന്ധൗ തു നവമസ്കന്ധൗ. ഒൻപതാമത്തെ സ്കന്ധം ഭഗവാന്റെ തോളുകളാണ്. ദശമോ മുഖമീരിതം. ദശമസ്കന്ധം 10ാമത്തെ സ്കന്ധം ഭഗവാന്റെ മുഖമാണ്. മുഖത്തുള്ളത് എന്തൊക്കെയാണ്? കർണ അക്ഷിനാസികായുക്തം സർവാർത്ഥപരിപൂരിതം. ആ ഇന്ദ്രിയങ്ങളെല്ലാം മുഖകമലങ്ങളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു. ഏകാദശം ദൂത്തമാംഗം. 11ാമത്തെ സ്കന്ധം ശിരസാണ്. ദ്വാദശം ബ്രഹ്മരന്ധ്രകം. 12ാമത്തെ സ്കന്ധം ബ്രഹ്മരന്ധ്രകമാണ്. ആ സഹസ്രാര പത്മസ്ഥാനമാണ് എന്നിവിടെ വർണ്ണിക്കുന്നു. അങ്ങനെയുള്ള ഭാഗവതം ഏവം ഭാഗവതം ശാസ്ത്രം. ശാസ്ത്രഗ്രന്ഥമായിരിക്കുന്ന ഭാഗവതം വിഷ്ണുമൂർത്തി പ്രകീർത്തിതം. വിഷ്ണുമൂർത്തിയെ പ്രകീർത്തിക്കുന്നതായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥമാണ് ഭാഗവതം എന്നിവിടെ ഭാഗവത മാഹാത്മ്യത്തിൽ വർണ്ണിക്കുക.
ഈ ഒരു അത്ഭുതമാണ് പാലാഴിയിലെ അമൃതത്തേക്കാൾ ഭാഗവത കഥാമൃതത്തിന് മഹാത്മ്യമുണ്ട് എന്ന് ശ്രീശുക ബ്രഹ്മർഷി ദേവന്മാരെ ഓർമ്മിപ്പിക്കുവാൻ കാരണം എന്നാണ്. ഇങ്ങനെയുള്ള ആ ഭാഗവതത്തിൻ്റെ അമൃത രസം കലിയുഗത്തിലെ ഭക്തന്മാർക്ക് നുകരുവാൻ ഭാഗ്യമുണ്ടായാൽ കലിയിൽ വന്നു ചേരാനിടയുള്ളതായിട്ടുള്ള സർവ്വദുഃഖങ്ങളെയും പൊന്നുഗുരുവായൂരപ്പൻ്റെ പ്രത്യക്ഷ സ്വരൂപമായിരിക്കുന്ന ഭാഗവത കഥാമൃത പാരായണ ശ്രവണം കൊണ്ട് മോചിക്കുവാനിടയാകുന്നു എന്ന് ഭാഗവത മാഹാത്മ്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആ ശാസ്ത്രഗ്രന്ഥത്തെയാണ് കലിയുഗത്തിൽ ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്.